ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാൾ സാഗൻ്റെ കോസ്മോസ് എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. കോസ്മോസിലെ 4-ാമത്തെ അധ്യായമായ ഹെവൻ ആൻഡ് ഹെല്ലിലെ ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ മനുഷ്യൻ്റെ കടുത്ത ആരാധകനായിട്ട് മാറും. ശാസ്ത്രം മാത്രമല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്, അതിനുപരിയായി നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ദൈർഘ്യമേറിയ ഒരു പുസ്തകമാണ്. താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഭൂമി അത് വളരെ ശാന്തമായിട്ടാണ് കടന്നു പോകുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഭൂമിയിൽ നടക്കുന്നില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി എന്ന് പറയുന്ന വലിയ ഗ്രഹത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഭൂമി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ അത് അത്ര പ്രകടമായിട്ടുള്ള ഒരു വലിയ സ്കെയിലിലുള്ള മാറ്റമല്ല. ഒരു 100 കോടി വർഷം കഴിഞ്ഞാലും ഒരുപക്ഷേ ഇവിടെ ഭൂമി ഇങ്ങനെ തന്നെ കാണും. ഇവിടെ അനവധി ജീവജാലങ്ങൾ സുഖമായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് തറപ്പിച്ച് പറയാനും സാധിക്കില്ല. ഒരുപക്ഷെ ഒരു 100 വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കാം ഇവിടെ ഭീകരമായിട്ടുള്ള ഒരു പ്രതിഭാസം നടന്ന് ഇവിടെയുള്ള സകല ജീവജാലങ്ങളും ഇല്ലാതെയാകുന്നത്. ഒരുപക്ഷെ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ അത് നടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അത്തരത്തിൽ സമാനമായിട്ടുള്ള എന്നാൽ അത്രയും ഭീകരമല്ലാത്ത ഒരു പ്രതിഭാസം നമ്മുടെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. 1908 ജൂൺ മാസം 30-ാം തീയതി ഒരു വലിയ തീഗോളം അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയും ഒടുവിൽ അതൊരു വലിയ സ്ഫോടനമായി കലാശിക്കുകയും ചെയ്തു. മനുഷ്യനിർമ്മിതമല്ല, എന്നാൽ അതെവിടെയാണോ വന്ന് പതിച്ചത് ആ പതിച്ച ഭാഗം പൂർണ്ണമായിട്ടും അഗ്നിക്ക് ഇരയായി. നിമിഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് മരങ്ങളാണ് അന്ന് കത്തി ചാമ്പലായി മാറിയത്. അവിടെ ഒരു രീതിയിലുള്ള ഗർത്തവും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ ഒരു വലിയ സ്ഫോടനത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഭാഗ്യവശാൽ അവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു വലിയ വനമായിരുന്നു. 1-2മല്ല, ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്ററോളം വലിപ്പമേറിയിട്ടുള്ള ഒരു വനഭൂമിയാണ് നശിച്ച് ഇല്ലാതെയായത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഷോക്ക് വേവ് 2 തവണ ഭൂമിക്ക് ചുറ്റുമായിട്ട് വലം വെച്ചു. മാത്രമല്ല അന്തരീക്ഷം മുഴുവനും വളരെ ചെറിയ സ്പാർക്കുകൾ കൊണ്ട് നിറയാനും അവിടെ രാത്രിയിൽ പോലും കാഴ്ച സാധ്യമാകുന്ന ഒരു കണ്ടീഷനുമുണ്ടായി. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 10,000 കിലോമീറ്റർ മാറിയാണ് ലണ്ടൻ നഗരമുള്ളത്. ലണ്ടൻ നഗരത്തിൽ അന്ന് രാത്രി കാലത്ത് പോലും പത്രം വായിക്കാൻ സാധിച്ചിരുന്നുവെന്ന് ആളുകൾ പറയുന്നു. ഈ ഇവൻ്റ് നടന്നത് സൈബീരിയയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ടങ്കസ്ക എന്ന് പറയുന്ന ഒരു വനമേഖലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള അന്വേഷണവും നടത്തിയില്ല. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. 1920കളുടെ തുടക്കത്തിലാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. അതിനുശേഷം ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പഠനങ്ങൾ നടത്തുന്നത്. ആദ്യ പഠനത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ പല ഐ വിറ്റ്നസ്സും ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് കണ്ട് ഇത് അനുഭവിച്ചറിഞ്ഞ ആളുകളുണ്ടായിരുന്നു. ടങ്കസ്ക വനഭൂമിയിലല്ല, ആ വനഭൂമിയോട് ചേർന്ന് നിന്നിരുന്ന പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഗ്രാമവാസികൾ. അതിൽ ഒരു വ്യക്തി പറഞ്ഞത് ആകാശത്തിൻ്റെ വടക്കു ഭാഗം അഗ്നിക്കിരയാകുന്നതായിട്ടാണ് അയാൾ കണ്ടതെന്നാണ്. അതായത് ഭൂമിയല്ല, ആകാശം തന്നെ കത്തുന്നതായിട്ട് അയാൾ നേരിട്ട് കണ്ടുവെന്ന്. അതിനുപരിയായി അന്തരീക്ഷത്ത് അതിശക്തമായിട്ടുള്ള താപനില വ്യാപിച്ചു. അദ്ദേഹം ധരിച്ചിരുന്ന ആ ഷർട്ട് തന്നെ കത്തുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. വലിയൊരു ഒച്ചയും അദ്ദേഹത്തിന് ആ സമയം കേൾക്കാൻ സാധിച്ചു. മറ്റൊരു വ്യക്തി പറഞ്ഞത് ആരൊക്കെയോ കല്ലുകൾ ഭൂമിക്ക് നേരെ വലിച്ചെറിയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായെന്നാണ്. മാത്രമല്ല ആ കല്ലുകൾ വീഴുന്ന ശബ്ദത്തോട് ചേർന്ന് തന്നെ അദ്ദേഹത്തെ ആരോ ബലപ്രയോഗത്തിലൂടെ മറിച്ച് നിലത്തേക്കിട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നിലത്തേക്ക് മറിഞ്ഞ് വീണു. കല്ലുകൾ വീഴുന്ന ശബ്ദം കാരണം തലയിൽ കല്ലുകൾ പതിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ബോധപൂർവം തല കൈകൊണ്ട് മറയ്ക്കുകയും ചെയ്തു. പക്ഷേ കല്ലുകളൊന്നും പതിച്ചിരുന്നില്ല. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിച്ച വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു. അതിൻ്റെ ഉത്തരം അന്ന് ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്ര പഠനങ്ങൾ പിൽക്കാലത്ത് നടന്നിരുന്നു. ഒരു തിയറി അനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു ആൻറ്റി മാറ്റർ എത്തിച്ചേരുകയും ആ ആൻറ്റി മാറ്റർ നമ്മുടെ ഭൂമിയിലുള്ള പദാർത്ഥവുമായിട്ട് കൂടിച്ചേർന്ന് അൻഹിലേഷൻ അല്ലെങ്കിൽ ഉന്മൂലനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി. അതാണ് ഈ വലിയ സ്ഫോടനത്തിന് കാരണമായിട്ടുള്ളതെന്ന് പറയുന്നു. ആൻറ്റിമാറ്ററിനെ കുറിച്ച് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നില്ല. മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. പക്ഷേ ആൻറ്റിമാറ്ററിൻ്റെ ഈ തിയറി ആ കാലഘട്ടത്തിൽ തന്നെ തള്ളിപ്പോയി.
കാരണം ആൻറ്റി മാറ്ററിൻ്റെ ഒരു ഉന്മൂലനം അവിടെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി നടക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും കണ്ടെത്തിയിട്ടില്ല. ബ്ലാക്ക് ഹോളുകൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ മാത്രമല്ല, തിയറിറ്റിക്കലി വളരെ വളരെ നേർത്ത ഒരു മുട്ടുസൂചിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ബ്ലാക്ക് ഹോളുകൾ പോലും ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ ഭൂമിയുടെ വളരെ അരികിലൂടെ കടന്നു പോയതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മറ്റൊരു തിയറി പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും കിട്ടാത്തതുകൊണ്ട് ഇതും ശാസ്ത്രം സ്വീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു തിയറി, അത് നമുക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു തിയറിയാണ്. ആ കാലഘട്ടത്തിൽ ഏലിയൻസ് അവരുടെ സ്പേസ് ക്രാഫ്റ്റിലൂടെ ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് അങ്ങനൊരു ഇവൻറ്റിന് കാരണമായിട്ടുള്ളതെന്നാണ് ആ തിയറി പറയുന്നത്. പക്ഷേ അതും ശാസ്ത്രലോകം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല, കാരണം തെളിവുകളുടെ അഭാവമാണ്. മറ്റൊന്ന് നിക്കോള ടെസ്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിക്കോള ടെസ്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗമായ അയണോസ്ഫിയറിൻ്റെ സഹായത്താൽ വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതിയുടെ ഒരു വലിയ പ്രവാഹം ഈറൻ മേഖലയിൽ എത്തിച്ചേർന്ന് അവിടെ അഗ്നിക്കിരയാവുകയുമായിരുന്നു എന്നാണ് ആ തിയറിയിലൂടെ പറയുന്നത്. അതിൻ്റെ പ്രത്യാഘാതമാണ് 2 ദിവസത്തോളം ഭൂമിക്ക് ചുറ്റിനുമായിട്ട് ഒരു ഷോക്ക് വേവ് ഉണ്ടായിട്ടുള്ളതായിട്ടും പറയുന്നു. ഇതും അംഗീകരിക്കുന്നില്ല. നിലവിൽ ശാസ്ത്രം ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കുന്നത് കോമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിക്കാണ്. ആ തിയറി അനുസരിച്ച് ഒരു കോമറ്റ് അല്ലെങ്കിൽ ഒരു വാൽ നക്ഷത്രം, ആ വാൽ നക്ഷത്രം നേരിട്ടോ അല്ലെങ്കിൽ ആ വാൽ നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും അത് ടംഗസ്ക മേഖലയിൽ വന്ന് പതിച്ച് ഒരു വലിയ സ്ഫോടനമായി മാറുകയുമായിരുന്നുവെന്ന് ഈ തിയറിയിലൂടെ പറയുന്നു. അങ്ങനെ ഒരു വാൽ നക്ഷത്രം വന്ന് പതിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെ നടക്കുമെന്ന് ശാസ്ത്രം തിയറിറ്റിക്കലി പറയുന്നു. കോമറ്റ് അല്ലെങ്കിൽ വാൽ നക്ഷത്രം അത് ഉൽക്ക പോലെയല്ല. ഒരു ഉൽക്ക അല്ലെങ്കിൽ ഒരു മെറ്റിയോറാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നതെങ്കിൽ അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽക്കയുടെ അവശേഷിപ്പുണ്ട്, കൂടാതെ അത് വന്ന് പതിക്കുന്നത് കാരണം അവിടെ ഒരു വലിയ ക്രേറ്റർ അല്ലെങ്കിൽ ഒരു വലിയ ഗർത്തമുണ്ടാകുന്നതാണ്. പക്ഷേ ടംഗസ്കയിൽ അങ്ങനെയുള്ള ഒരു ഗർത്തവും ഒരു അവശേഷിപ്പും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം കോമറ്റിൻ്റെ പ്രത്യേകതയാണ്. കോമറ്റ് പാറകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പാറകൾ അടങ്ങിയിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി അല്ല. അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് മഞ്ഞാണ്. ആ മഞ്ഞിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ജലമുണ്ട്, പ്രധാനമായിട്ടും അമോണിയ ഉണ്ട്, അതുപോലെ മീഥേനുമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു ചെറിയ വാൽ നക്ഷത്രം അല്ലെങ്കിൽ ചെറിയ വാൽ നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ വന്ന് പതിക്കുന്നതെങ്കിൽ അമേരിക്കയിലോ ഇന്ത്യയിലോ ചൈനയിലോ റഷ്യയിലോ അതുമല്ലെങ്കിൽ പാകിസ്ഥാനിലോ ആണ് വന്ന് പതിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ന്യൂക്ലിയർ വാർ തന്നെ നടക്കുന്നതാണ്. കാരണം ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. ന്യൂക്ലിയർ ബോംബ് വന്ന് പതിക്കുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുക. പിന്നീട് തുടർ പഠനങ്ങളൊക്കെ നടത്തുമ്പോഴായിരിക്കും നമുക്കത് ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് അല്ലായിരുന്നെന്നും അത് ടംഗസ്കയിൽ നടന്നതുപോലുള്ളൊരു പ്രതിഭാസമാണെന്നും മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ അത്തരത്തിലുള്ള ഒരു പഠനം വരെ നടത്താനായിട്ട് രാജ്യങ്ങൾ തയ്യാറാകില്ല. കാരണം മിക്ക രാജ്യങ്ങൾക്കും ശത്രുക്കളുണ്ട്. ആ രാജ്യങ്ങളുടെ മേഖലകളിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നതെങ്കിൽ അത് ശത്രു രാജ്യത്തിൻ്റെ തലയിലേക്ക് അവർ ചാർത്തിക്കൊടുത്ത് ഒരു ന്യൂക്ലിയർ യുദ്ധം തന്നെ ആരംഭിക്കുന്നതാണ്. അത് മതി ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഇല്ലാതെയാകാൻ, ഭൂമിയെ തന്നെ ഒരു നരകമാക്കി മാറ്റിയെടുക്കാൻ. പ്രാചീന കാലഘട്ടത്തിൽ വാൽ നക്ഷത്രത്തെ ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നിർഭാഗ്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. പ്രാചീന കാലഘട്ടമെന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ പോലും പല ആളുകളും വാൽ നക്ഷത്രത്തെ അങ്ങനെ കാണാറുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് രക്തചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അത് നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലർ ശാസ്ത്രീയമായിട്ടാണ് ചോദിച്ചത്. കാരണം ഈ സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ നോക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്, ശാസ്ത്രീയമായിട്ട് തന്നെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂര്യഗ്രഹണം നടക്കുന്നത് കാരണമല്ല, സൂര്യാസ്തമയം സമയത്തോ സൂര്യൻ ഉദിക്കുന്ന സമയത്തോ കാര്യമല്ല പറയുന്നത്, അല്ലാതുള്ള സമയങ്ങളിൽ സൂര്യനെ നോക്കുന്നത് അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് സൂര്യഗ്രഹണം നടക്കുമ്പോൾ സൂര്യനിലേക്ക് നോക്കരുതെന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണ സമയത്ത് അങ്ങനെയുള്ള ഒരു സംഭവമില്ല, നമുക്ക് നോക്കാം, ആസ്വദിക്കാം. പക്ഷേ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രാചീന കാലഘട്ടത്തിലെ ഈ അന്ധവിശ്വാസം പൊളിച്ചെഴുതിയത് ശാസ്ത്രമാണ്. ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള ഗവേഷകർ കണ്ടെത്തി കോമറ്റ് എന്ന് പറയുന്നത് അതൊരു സെലസ്റ്റിയൽ ബോഡി മാത്രമാണ്. അതിന് ഭാഗ്യവുമായിട്ടോ നിർഭാഗ്യവുമായിട്ടോ ഒരു ബന്ധവുമില്ല. സൂര്യന് ചുറ്റുമായിട്ട് ദീർഘവൃത്താകൃതിയിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നീട് ന്യൂട്ടൻ്റെ തന്നെ സുഹൃത്ത് കുറച്ചുകൂടെ പ്രാധാന്യം അർഹിച്ച ഒരു പ്രൊപ്പോസിഷൻ നടത്തി.
1531-ലും 1607-ലും 1682-ലും ആളുകൾ കണ്ട വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം അതൊരു കോമറ്റാണ്. ആകാശത്ത് നോക്കുമ്പോൾ വാലുപോലെ നീണ്ടു കിടക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു അത്. ആ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കും. 1758-ൽ അത് ആവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. കൃത്യമായിട്ട് ആ വർഷം തന്നെ ഹാലിയുടെ വാൽ നക്ഷത്രം ഭൂമിയുടെ അരികിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾക്ക് അതിനെ കാണാൻ സാധിച്ചു. അതിനെ തുടർന്നാണ് അത് ഹാലിയുടെ വാൽ നക്ഷത്രം അല്ലെങ്കിൽ ഹാലീസ് കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിനോട് ചേർന്ന് കോടാനുകോടി വാൽ നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ അതൊന്നും സൂര്യന് ചുറ്റും കൃത്യമായിട്ടൊരു ദീർഘവൃത്താകൃതിയിലൊന്നും വലം വയ്ക്കുന്നില്ല. ബഹുഭൂരിപക്ഷം വാൽ നക്ഷത്രങ്ങളുടെയും സ്ഥാനം ഊർട്ട് ക്ലൗഡിലാണ്. ചില ഗവേഷകർ പറയുന്നത് ഊർട്ട് ക്ലൗഡ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ഗവേഷകർ പറയുന്നത് ഊർട്ട് ക്ലൗഡ് സൗരയൂഥത്തിന് വെളിയിലാണെന്നാണ്. സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡും സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ ഗോളമുണ്ട്. ആ ഒരു വലിയ ഗോളത്തിൻ്റെ ഒരു ഗോളം എന്ന് പറയുമ്പോൾ ഭൂമിയെപ്പോലുള്ളൊരു ഗോളം അല്ലെങ്കിൽ സൂര്യനെപ്പോലുള്ളൊരു ഗോളമായിട്ടൊന്നും എടുക്കരുത്. അതൊരു ബബിള് പോലെയാണ്. അവിടെ വരെ മാത്രമേ സൂര്യനിൽ നിന്ന് വരുന്ന സൗരക്കാറ്റ് എത്തിച്ചേരുകയുള്ളൂ, അല്ലെങ്കിൽ സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ വരെ മാത്രമാണ് അതിൻ്റെ ഒരു ശക്തിയുള്ളത്. എന്നാൽ അതിൻ്റെ വെളിയിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്, ഒരു വലിയ ഗോളമുണ്ട്. ഞാൻ ഈ പറയപ്പെടുന്ന ഗോളം അത് ഫിസിക്കലി ഉള്ള ഒരു ഗോളമാണ്. അവിടെ അനേകം എന്ന് പറഞ്ഞാൽ പോരാ, കോടാനുകോടി സെലസ്ത്യൽ ബോഡീസ് ഉണ്ട്. ആ സെലസ്ത്യൽ ബോഡികളെല്ലാം കോമറ്റുകളാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലുള്ള അതേ കമ്പോണൻസ് തന്നെയാണ് ഈ കോമറ്റുകളിലും അടങ്ങിയിട്ടുള്ളത്. അവയെല്ലാം ഈ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സൗരയൂഥത്തിന് ചുറ്റുമായിട്ട് ഒരു ആവരണം പോലെ നിൽക്കുകയാണ്. അതെല്ലാം പരസ്പരം കണക്റ്റഡ് അല്ല, അതെല്ലാം വളരെ വളരെ ചെറിയ പീസുകളായിട്ട് അവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു ആവറേജ് വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററാണ്. എന്നാൽ 100 മീറ്ററും 50 മീറ്ററും ഒക്കെ വ്യാസമുള്ള വളരെ വളരെ ചെറിയ കോമറ്റുകളുമുണ്ട്. അതിനേക്കാളൊക്കെ വലിപ്പമേറിയ 25 കിലോമീറ്ററും 30 കിലോമീറ്ററും ഒക്കെ വ്യാസമുള്ള ഭീകരമായിട്ടുള്ള വാൽ നക്ഷത്രങ്ങളും അവിടെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ നമുക്കവയെ വാൽ നക്ഷത്രമെന്ന് ശരിക്കും പറയാൻ സാധിക്കില്ല. കാരണം അതിനവിടെ വാലൊന്നുമില്ല. ഈ വാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാം. ഈ പറയപ്പെടുന്ന ഊർട്ട് ക്ലൗഡിൻ്റെ അടുത്തുകൂടെ ഏതെങ്കിലും ഒരു നക്ഷത്രം കടന്നു പോവുകയാണെങ്കിൽ, വളരെ അടുത്തുകൂടെ പോകണമെന്നില്ല, ഒരു പ്രകാശവർഷമോ അല്ലെങ്കിൽ ഒരു അരപ്രകാശവർഷമോ ഒക്കെ അരികിലൂടെ കടന്നു പോയാൽ മതി. അങ്ങനെ കടന്നു പോയാൽ പോലും അവിടെ ഗ്രാവിറ്റിയുടെ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. ആ ഫ്ലക്ച്വേഷൻ കാരണം ഊർട്ട് ക്ലൗഡിൽ അടങ്ങിയിരിക്കുന്ന വാൽ നക്ഷത്രങ്ങൾ അവിടെ നിന്നും അടർന്ന് സൂര്യന് നേർക്ക് സഞ്ചരിക്കും. പിന്നീട് ആ സഞ്ചാരം അത് തുടർന്നുകൊണ്ട് തന്നെയിരിക്കും. ആദ്യം സൂര്യനെ ഒന്ന് വലം വയ്ക്കും, പിന്നെ വീണ്ടും അത് അതിൻ്റെ പഴയ പൊസിഷന് അരികിലൂടെ കടന്നു പോകും, വീണ്ടും സൂര്യൻ്റെ ചുറ്റുമായിട്ട് വലം വയ്ക്കും. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സൂര്യൻ്റെ അരികിലൂടെ അല്ലെങ്കിൽ ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്ന സമയം അത് കൃത്യമായിരിക്കും. 75 വർഷം കൂടുന്തോറുമാണ് സൗരയൂഥത്തിനെ അത് വലം വയ്ക്കുന്നതെങ്കിൽ 75 വർഷം കൂടുന്തോറും നമുക്ക് ഭൂമിയുടെ അടുത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് അതിനെ കാണാൻ സാധിക്കും. എപ്പോഴാണ് ഒരു ഊർട്ട് ക്ലൗഡിൻ്റെ അടുത്തുകൂടെ ഒരു ചെറിയ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ഒരു നക്ഷത്രം കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് കോമറ്റുകളുടെ ഒരു പെരുമഴയായിരിക്കും ഇവിടെ സംഭവിക്കുക. നമ്മൾ അത്രയ്ക്കങ്ങ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ സംരക്ഷിക്കാൻ ചില ആളുകളൊക്കെ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ 2 ഗ്രഹങ്ങളായിട്ടുള്ള സാറ്റേണും ജൂപ്പിറ്ററും, ഇത് രണ്ടും വളരെയധികം വലുതായതുകൊണ്ട്, വളരെയധികം മാസീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന കോമറ്റുകളെയൊക്കെ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വലിച്ചെടുത്ത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ജൂപ്പിറ്റർ ഒരു വലിയ ഫുട്ബോൾ പോലെയാണെങ്കിൽ ആ ഫുട്ബോളിന് ചുറ്റുമായിട്ട് പറന്നു നടക്കുന്ന ഒരു ചെറിയ പൊടിപടലത്തിൻ്റെ വലിപ്പം പോലും കോമറ്റിന് കാണില്ല. എന്നാൽ പോലും ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും ഒക്കെ അതിജീവിച്ച് കുറേയധികം കോമറ്റുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും. എപ്പോഴാണോ അത് ജൂപ്പിറ്ററിനും മാർസിനും ഇടയിലാകുന്നത്, ആ ഘട്ടത്തിൽ മുതൽ നമുക്ക് അതിൻ്റെ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വലിയ വാല് കാണാൻ സാധിക്കും. ആ വാലിൻ്റെ കാരണക്കാരൻ സൂര്യൻ്റെ ശക്തമായിട്ടുള്ള പ്രകാശവും സൂര്യനിൽ നിന്ന് എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സൗരക്കാറ്റ് അല്ലെങ്കിൽ സോളാർ വിൻഡുമാണ്. സൂര്യൻ്റെ പ്രകാശം കാരണം, അതിൻ്റെ താപനില കാരണം കോമറ്റ് ഉരുകാൻ തുടങ്ങും. കാരണം അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് ഒരു മഞ്ഞിൻ്റെ രൂപത്തിലാണല്ലോ ഉള്ളത്. ഊർട്ട് ക്ലൗഡ് നിൽക്കുന്ന ഭാഗത്ത് തണുപ്പ് വളരെയധികം കൂടുതലാണ്. അവിടെ സൂര്യൻ്റെ പ്രകാശം കാര്യമായിട്ട് എത്തിച്ചേരുന്നില്ല. അതുകൊണ്ടാണ് അത് മഞ്ഞുപാളികളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ജൂപ്പിറ്റർ കഴിഞ്ഞാൽ താപനില പഴയതുപോലെയല്ല, അതല്പം ഒന്ന് കൂടി അവിടുത്തെ മഞ്ഞ് ഉരുകാൻ തുടങ്ങും.
സൗരക്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൗരക്കാറ്റും കൂടെ ആകുമ്പോഴേക്കും പുറകിലേക്ക് ഈ ഉരുകുന്ന പദാർത്ഥമെല്ലാം ഒരു വാല് പോലെ നീണ്ടുപോകും. ഇങ്ങനെ നീണ്ടുപോകുന്ന വാല് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അടുത്തൂടാണ് കടന്നു പോകുന്നതെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അകലെയാണെങ്കിൽ ടെലസ്കോപ്പുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കാണാൻ സാധിക്കാത്തത്ര വളരെ ചെറിയ വലിപ്പത്തിലേക്കും ഇവ മാറും. കോമറ്റ് അവിടെ നിന്ന് സഞ്ചരിച്ചു പോയാലും വളരെയധികം നേർത്ത അളവിൽ ഈ കോമറ്റിൻ്റെ അവശേഷിപ്പുകൾ കാണും. എപ്പോഴാണോ ആ അവശേഷിപ്പിൻ്റെ അടുത്തുകൂടെ ഭൂമി കടന്നു പോകുന്നത്, ഭൂമിയുടെ അന്തരീക്ഷം അതുമായിട്ട് കൂട്ടിമുട്ടുന്നത്, ആ ഘട്ടങ്ങൾ നമുക്ക് മീറ്റിയോർ ഷവറുകൾ കാണാം. ചില മാസങ്ങളിലൊക്കെ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വസ്തുക്കൾ, ചില നക്ഷത്രങ്ങൾ ഓടിപ്പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു വര പെട്ടെന്ന് വരച്ചതുപോലൊക്കെ നമുക്ക് തോന്നാം. ചില ആളുകൾ പറയുന്നത് അത് വാൽ നക്ഷത്രമാണെന്നാണ്. എന്നാൽ അത് വാൽ നക്ഷത്രമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. വാൽ നക്ഷത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കാരണം ഉണ്ടാകുന്ന ഒരു മീറ്റിയോർ ഷവർ മാത്രമാണ്. സാറ്റേണിനെയും ജൂപ്പിറ്ററിനെയും ഒക്കെ താണ്ടി കോമറ്റുകൾ ഭൂമിക്ക് നേരെ വരികയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികം പേടിക്കേണ്ട. കാരണം മറ്റൊരു സംരക്ഷകൻ കൂടി നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ വളരെ അടുത്ത് തന്നെ, നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ മാറി ചന്ദ്രനുണ്ട്, നമ്മുടെ ഒരേ ഒരു സാറ്റലൈറ്റ്. കുറേയധികം കോമറ്റുകളൊക്കെ ചന്ദ്രനിൽ തന്നെ വന്നു പതിക്കും. ചന്ദ്രൻ്റെ നിയർ സൈഡിൽ മാത്രം നമുക്ക് 10,000-ഓളം ക്രേറ്ററുകൾ കാണാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലായ്പ്പോഴും ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭൂമി സ്വയം കറങ്ങുന്ന അതേ വേഗതയിൽ തന്നെയാണ് ചന്ദ്രൻ സ്വയം കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ടൈഡലി ലോക്ക്ഡ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചന്ദ്രൻ്റെ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ നിയർ സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ എതിർഭാഗത്തെ ഫാർ സൈഡ് എന്നും പറയും. നിയർ സൈഡിൽ മാത്രമാണ് 10,000-ഓളം ക്രേറ്ററുകൾ കാണാൻ സാധിക്കുന്നത്. ഈ ക്രേറ്ററുകളൊക്കെ മുൻകാലങ്ങളിൽ മീറ്റിയോറുകളും കോമറ്റുകളും വന്ന് പതിച്ചത് കാരണം ഉണ്ടായതാണ്. സൗരയൂഥത്തിൻ്റെ ആദ്യ കാലഘട്ടം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ വളരെയധികം കെയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടായിരുന്നു. അനേകം കോമറ്റുകളും മീറ്റിയോറുകളുമൊക്കെ ഭൂമിയിലും അതുപോലെ നമ്മുടെ ചന്ദ്രനിലും വന്ന് പതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിയർ ഫേസിൽ മാത്രം 10,000-ഓളം ക്രേറ്ററുകൾ ഉണ്ടായത്. പിന്നീട് നമ്മുടെ സൗരയൂഥം ഏറെക്കുറെ ശാന്തമായിട്ട് മാറിയെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ഒരു 100 വർഷം അല്ലെങ്കിൽ 1000 വർഷമൊക്കെ കൂടും തോറും നമ്മുടെ ചന്ദ്രനിൽ തന്നെ കോമറ്റുകളും മീറ്റിയോറുകളും വന്ന് പതിക്കുന്നത് കാരണം അവിടെ ക്രേറ്റർ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ ക്രേറ്റർ ഉണ്ടാകുന്നത് കാരണം അവിടെ സെക്കൻഡറി ക്രേറ്റേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഗർത്തങ്ങളും ഉണ്ടാവാറുണ്ട്. ആദ്യം ഒരു വസ്തു വന്ന് പതിക്കും. ആ വസ്തു വന്ന് പതിക്കുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളൊക്കെ മുകളിലേക്ക് ഒന്ന് തെറിച്ചു മാറും. മുകളിലേക്ക് തെറിച്ചു മാറുന്ന പദാർത്ഥങ്ങൾ പിന്നീട് ചന്ദ്രൻ്റെ പ്രതലത്തിൽ തന്നെ വീണ്ടും വന്ന് പതിക്കുന്നു. അങ്ങനെ വന്ന് പതിക്കുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ ചെറിയ ചെറിയ ഗർത്തങ്ങൾ കാണാൻ സാധിക്കും. ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന വലിയ ഗർത്തങ്ങൾക്ക് ചുറ്റിനുമായിട്ട് വളരെ വളരെ ചെറിയ ഗർത്തങ്ങളുടെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ആ പാറ്റേൺ ആണ് സെക്കൻഡറി മീറ്റിയോറുകൾ കാരണം അല്ലെങ്കിൽ സെക്കൻഡറി മീറ്റിയോർ ഹിറ്റ് കാരണം ഉണ്ടാകുന്നത്. ചന്ദ്രനിൽ വന്ന് പതിക്കുന്ന മീറ്റിയോറിനെ അല്ലെങ്കിൽ കോമറ്റിനെ മനുഷ്യർ കണ്ടിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 1178 ബ്രിട്ടനിലുണ്ടായിരുന്ന 5 പുരോഹിതന്മാർ കണ്ട കാഴ്ച. അവർ നോക്കുമ്പോൾ ചന്ദ്രനിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നു. ചന്ദ്രനിൽ ചില പ്രകാശ വലയങ്ങൾ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ അവർ കരുതിയത് ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നു മാറുന്നു എന്നാണ്. പക്ഷേ ചന്ദ്രൻ പിളർന്നു മാറിയതല്ല. അവിടെ ഒരു കോമറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റിയോർ വന്ന് പതിച്ചത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റാണ് അന്ന് അവർ കണ്ടത്. അവർ മാത്രമല്ല, ചരിത്രത്തിൽ അനേകം ആളുകൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ചന്ദ്രനിൽ കണ്ടിട്ടുണ്ട്. പല ആളുകളും ചന്ദ്രൻ രണ്ടായി പിളർന്നു മാറാൻ പോകുന്നു അല്ലെങ്കിൽ പിളർന്നു മാറി എന്നൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം എന്താണ് ചന്ദ്രന് സംഭവിച്ചതെന്ന്. ചന്ദ്രൻ്റെ ഈ പിളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ അത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എക്സ്ക്ലൂസീവായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാം. ചന്ദ്രനെ മറികടന്ന് ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ വലിയ വിപത്തുകൾ സംഭവിക്കുന്നത്. ഹാലീസ് കോമറ്റ് പോലുള്ള ഒരു കോമറ്റാണ് വന്ന് പതിക്കുന്നതെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടമായിരിക്കും സംഭവിക്കുക. ഒരുപക്ഷെ ഇവിടെയുള്ള സകല ജീവജാലങ്ങളും ഇല്ലാതെയായെന്നും വരാം. പക്ഷേ അത്രയും വലിപ്പമുള്ള ഒരു കോമറ്റ് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒരു 10 ലക്ഷം വർഷത്തിൽ ഒരു തവണ വല്ലതും ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു കോമറ്റ് വന്ന് പതിക്കുക.
പക്ഷേ മുൻപ് നടന്നതുപോലെ ടങ്കസ്കേൽ നടന്നതുപോലുള്ള ഒരു കോമറ്റാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതിൻ്റെ സാധ്യത 100-ലൊന്നോ അല്ലെങ്കിൽ 1000-ലൊന്നോ ആണ്. അതായത് 100 വർഷം അല്ലെങ്കിൽ 1000 വർഷം കൂടുമ്പോഴായിരിക്കും അത് ആവർത്തിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കൊച്ചു ഭൂമി മാത്രമാണ്. ഭൂമിയേക്കാൾ മനോഹരമായിട്ടുള്ള, ഇത്രയും സുഖകരമായിട്ടുള്ള മറ്റൊരു ഗ്രഹവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രപഞ്ചത്തിൽ ഒരു നരകമുണ്ടെങ്കിൽ ഒന്നല്ല അനേകം നരകങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമായ വീനസ് അല്ലെങ്കിൽ ശുക്രൻ അത്തരത്തിലുള്ള ഒരു നരകമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ശുക്രനെ ഭൂമിയുടെ സഹോദരി എന്ന രീതിയിലാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ കാരണം ഭൂമിയെപ്പോലൊക്കെ തന്നെയാണ് വീനസ് ഉള്ളത്. ഭൂമിയുടെ ഏകദേശം അത്രയും വലിപ്പമാണ്, ഭൂമിയുടെ ഏകദേശം അത്രയും തന്നെ പിണ്ഡം അതിനുണ്ട്. കൂടാതെ ഭൂമിയിലുള്ളതുപോലുള്ള മേഘങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ കാലഘട്ടത്തിൽ ഗവേഷകർക്ക് തന്നെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. വീനസിൽ ഒരുപാട് മേഘങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് മേഘങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതലം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് മേഘങ്ങളുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? മേഘങ്ങളെന്ന് പറയുന്നത് അത് ജലത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്, ജലാംശത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടെ ധാരാളമായിട്ടും മഴ പെയ്യും. ഒരുപാട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ജലമുണ്ടെന്നാണ്. ഒരുപാട് ജലമുണ്ടെങ്കിൽ അവിടെ അനേകം ജീവജാലങ്ങളുണ്ടെന്നാണ്. ഒരുപക്ഷെ ഒരുപാട് ഡൈനോസേഴ്സ് ഇപ്പോഴും അതുവഴി നടന്നു പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മനുഷ്യരെപ്പോലുള്ള, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് അല്പം വ്യത്യസ്തരായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം. ഈ രീതിയിലാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഗവേഷകർ കരുതിയിരുന്നത്. പിന്നീടാണ് ഗവേഷകർക്ക് മനസ്സിലായത് ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം വീനസിലുണ്ടെന്ന്. കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ജലം സാധാരണ ജലമായിരിക്കില്ല, അത് സോഡാ വെള്ളമായിരിക്കും. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. 1956 റേഡിയോ ഒബ്സർവേറ്ററികളുടെ സഹായത്താൽ വീനസിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ സാധിച്ചു. അതിലൂടെയാണ് കുറച്ചുകൂടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. റേഡിയോ തരംഗമെന്ന് പറയുമ്പോൾ അതിന് ഈ ക്ലൗഡുകളെയൊക്കെ തുളച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീനസിലെ താപനില മനുഷ്യർക്കോ ഇവിടെയുള്ള ഒരു ജീവജാലങ്ങൾക്കോ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു താപനിലയേ അല്ല. ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനിലയെന്ന് കണ്ടെത്തി. കൂടാതെ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ കാഠിന്യം അത് ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ കാഠിന്യത്തിൻ്റെ 90 ഇരട്ടിയാണ്. 90 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര തീവ്രമായിട്ടുള്ള ഒരു മർദ്ദമാണ് അവിടെ അനുഭവപ്പെടുക. അതിനുപരിയായി അവിടെ അടങ്ങിയിരിക്കുന്ന ക്ലൗഡുകൾ അല്ലെങ്കിൽ മേഘങ്ങൾ, ആ മേഘങ്ങളിൽ സാധാരണഗതിയിലുള്ള ജലമല്ല, അവിടെ അടങ്ങിയിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ വീനസിൽ മഴ പെയ്യും. എന്നാൽ വീനസിൽ പെയ്യുന്ന മഴ ഭൂമിയിലെ പോലെ നല്ല കുളിർമയുള്ള മഴയല്ല, അത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മഴയാണ്. സൾഫ്യൂരിക് ആസിഡ് മഴയായിട്ട് പെയ്യുന്ന 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പ്രഷറിൻ്റെ 90 ഇരട്ടി പ്രഷറുള്ള ഒരു ഗ്രഹം, അതിനെ നരകമെന്നല്ലാതെ പിന്നെ എന്താണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് വീനസ് ഒരു നരകമായിട്ട് മാറിയത്? ഭൂമിയെപ്പോലെ തന്നെയുള്ളൊരു ഗ്രഹം, ഭൂമിയുടെ സഹോദരി എന്ന് പോലും നമ്മൾ വിളിച്ചു. എന്നാൽ ആ സഹോദരി എങ്ങനെ ഭൂമിയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് മാറി? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. നമ്മുടെ ഭൂമിയിലും ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ അത്തരത്തിലുള്ള വാതകങ്ങളാണ്. എന്നാൽ ഭൂമിയിലുള്ള അത്തരത്തിലുള്ള വാതകങ്ങളെക്കാൾ വളരെയധികം കൂടുതലാണ് വീനസിലുള്ള വാതകങ്ങൾ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അത് ഈ മേഘങ്ങളെയൊക്കെ തുളച്ച് ഭൂമിയുടെ അല്ല വീനസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. വീനസിൻ്റെ പ്രതലത്തിൽ പോയി പതിക്കുന്നു. അവിടെ നിന്നും അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ പോകുന്നു. ഇങ്ങനെ തിരികെ പോകുന്ന പ്രകാശം ഈ മേഘങ്ങളിൽ തട്ടി അവിടെ തന്നെ നിലനിൽക്കുന്നു. അതിന് വെളിയിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീനസ് ഒരു പ്രഷർ കുക്കറായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ താപനില ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരിക്കലും ഭൂമിയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിച്ചു. അത് കാൾ സാഗൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യമല്ല, കാരണം കാൾ സാഗനൊക്കെ ശേഷമാണ് ആ ഒരു കണ്ടെത്തൽ നടന്നത്. വീനസിൽ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും. ജീവജാലങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കെമിക്കൽ കമ്പോണൻസ് നമ്മൾ വീനസിൻ്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ജീവജാലവുമായിരിക്കില്ല. ചെറിയ തരത്തിലുള്ള ചില ബാക്ടീരിയകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫംഗൈകളോ ഒക്കെ ആയിരിക്കാം.
അവയ്ക്ക് അവിടുത്തെ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനം കാരണമായിരിക്കാം ഇത്തരത്തിലുള്ള ജൈവികമായിട്ടുള്ള ചില കെമിക്കലുകൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുൻപ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ശുക്രൻ ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. ഭൂമിയും ശുക്രനെ പോലെ ആകാമെന്നുള്ള ഒരു സൂചന. ഇവിടുത്തെയും ഹരിതവാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് വളരെയധികം കൂടുകയാണെങ്കിൽ ഇവിടുത്തെ താപനില വർദ്ധിക്കും. ഭൂമിയെ നിലവിൽ നമ്മൾ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂമി പിന്നെ ഒരു സ്വർഗമല്ല. ഭൂമി പിന്നെ നമ്മുടെ ഭൂമിയല്ല, നമുക്കിവിടെ ജീവിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും. നിലവിൽ അനവധി ഫോസിൽ ഫ്യൂവലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഇവിടെ ഓടുന്നുണ്ട്. വ്യാവസായിക സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനം കാരണം ഇവിടെ അനേകമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ നമ്മൾ മാറി. ഒരുപാട് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ നല്ലൊരു ശതമാനവും കൽക്കരിയിൽ നിന്നുണ്ടാക്കുന്നതാണ്. അത് വലിയ അളവിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുമുണ്ട്. ആ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതിനുപരിയായി ഓരോ വർഷവും ഇവിടെയുള്ള മരങ്ങളെ നമ്മൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. മരങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. അത് വെട്ടി അതിൻ്റെ തടി കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മരങ്ങളുടെ അല്ലെങ്കിൽ വനത്തിൻ്റെ അളവിനേക്കാൾ കൂടിയ റേറ്റിലായിരിക്കരുത് ആ വനത്തെ നമ്മൾ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിസോഴ്സുകൾ എടുക്കേണ്ടത്. അത് തമ്മിൽ പരസ്പരം എല്ലായ്പ്പോഴും ബാലൻസ് ചെയ്തു പോകണം. അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഭാവിയിലെ ഒരു വീനസ് അല്ലെങ്കിൽ ഭാവിയിലെ ഒരു നരകമായിട്ട് നമ്മുടെ ഭൂമി തന്നെ മാറും. വീനസിൽ നടക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രഹമായ ചൊവ്വയിൽ നടക്കുന്നത്. ചൊവ്വ സൂര്യനിൽ നിന്ന് കുറച്ചുകൂടെ അകലെയാണ്. അതിനുപരിയായിട്ട് ചൊവ്വയ്ക്ക് കാര്യമായിട്ടുള്ള അന്തരീക്ഷമൊന്നുമില്ല. വളരെ വളരെ നേർത്ത ഒരു അന്തരീക്ഷം മാത്രമാണ് ചൊവ്വാഗ്രഹത്തിനുള്ളത്. വളരെയധികം തണുത്ത ഒരു അവസ്ഥയാണ് ചൊവ്വാഗ്രഹത്തിനുള്ളത്. ചൊവ്വയും സ്വർഗമല്ല, വീനസും സ്വർഗമല്ല. സ്വർഗം നമ്മുടെ ഭൂമി മാത്രമാണ്. നരകമാണ് നമ്മുടെ രണ്ട് വശങ്ങളിലുമുള്ളത്. ഈ രണ്ട് നരകങ്ങളും നമുക്ക് സൂചനകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയെ സ്വർഗമായിട്ട് തന്നെ നിലനിർത്തണോ അതോ നാളത്തെ തലമുറയ്ക്ക് അതൊരു നരകമാക്കി മാറ്റി കൊടുക്കണോ? നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.